ഹലോ. ഒരാൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലതും സുന്ദരവുമായ കാര്യം ഏതാണെന്നറിയാമോ? ചിലപ്പോൾ നീ ചിന്തിക്കും, നീ സുന്ദരനാണ്, ഉദാരമനസ്കനാണ്, തമാശക്കാരനാണ്, മറ്റനേകം അത്തരത്തിലുള്ള കഴിവുകൾ ഉള്ളവനാണ് എന്ന്. ഒരു പക്ഷെ നമ്മൾ ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, മറ്റുള്ളവർ നമ്മുടെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടുന്നത്. ഇല്ല, ഒരാൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമായി എനിക്ക് തോന്നുന്നത് താങ്ക്സ് ഫോർ ബീയിങ് യു. നിങ്ങളായിരിക്കുന്നതിന് നന്ദി എന്ന് പറയുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ എന്തായിരിക്കുന്നുവോ അതാണ് അവർക്ക് ഏറ്റവും നന്ദിയുള്ളതും പ്രിയതരവുമായിട്ടുള്ളത്. ഒരാൾ നിങ്ങളുടെ കഴിവ്, ബുദ്ധി, സൗന്ദര്യം എന്നിവയ്ക്ക് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് അവർ കാണുന്നത്. അത് ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. നിങ്ങളായിരിക്കുന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ മാത്രം മതിയെന്നാണ്, നിങ്ങൾ മാത്രം മതിയെന്നാണ്. നിങ്ങളുടെ കഴിവുകളല്ല, അതിനപ്പുറം നിങ്ങളുടെ കഴിവുകേടുകളോടും ബലഹീനതകളോടും കൂടെ അവർ നിങ്ങളെ സ്വീകരിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പല ബന്ധങ്ങളിലും ആളുകൾ നമ്മെ തേടി വരുന്നത് നമ്മുടെ ഏതെങ്കിലും ക്വാളിറ്റീസ്, ഗുണങ്ങൾ, കഴിവുകൾ കണ്ടിട്ടായിരിക്കാം. സംസാരിക്കാനോ പെരുമാറാനോ ഇടപഴകാനോ ഒക്കെ ഉള്ള കഴിവുകൾ. അതിനുമപ്പുറം നമ്മുടെ ബലഹീനതകളോടുകൂടെ നമ്മളെ ഒരാൾ സ്വീകരിക്കുമ്പോഴാണ് അയാൾ നമ്മളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത്. അങ്ങനെയുള്ളവയാണ് നമ്മൾ വരിതെറ്റാതെ ഏറ്റവും മികച്ച സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്നത് അങ്ങനെ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരെയാണ് നമ്മളുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമ്മൾ അവർക്ക് ഒരനുഗ്രഹമാണെന്ന് നിരന്തരം ചിന്തിക്കും. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബി ജനറസ്, ബി ഓർഗാനിക്. നിങ്ങളെന്തായിരിക്കുന്നുവോ അങ്ങനെ തന്നെ ജീവിക്കാൻ പരിശ്രമിക്കുക. ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചിന്ത നസ്രായൻ്റെത് തന്നെയാണ്. പൂർണ്ണതയുള്ള കഴിവുകളുള്ള മനുഷ്യരെ തേടിയല്ല നസ്രായൻ മണ്ണിലേക്ക് വന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ തേടി വന്നവനാണ്. നസ്രായൻ്റെ സൗഹൃദ വലയങ്ങളൊക്കെ എന്നെ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ സൗഹൃദ മേശയ്ക്ക് ചുറ്റും പാപിയും ചുങ്കക്കാരനും വേശ്യയും സമൂഹം അവഗണിച്ചവരും സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ വസിക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. അവൻ അവരോടൊപ്പം നടന്നു, അവരെ ചേർത്ത് പിടിച്ചു. അവർ എന്തായിരിക്കുന്നുവോ അതുപോലെ അവരെ അവൻ സ്വീകരിച്ചു. നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ എന്തായിരിക്കുന്നുവോ അതുപോലെ നിലനിന്നുകൊണ്ട് സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ബലത്തോടും ബലഹീനതയോടും കൂടെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. താങ്ക്സ് ഫോർ ബീയിങ് യു. നീ ആയിരിക്കുന്നതിന് നിനക്ക് നന്ദി. 1000 നന്ദി. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.